ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടപടികൾ വീണ്ടും വിവാദത്തിൽ. റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളിയ രണ്ടുപേരെ ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഷാർജ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് പത്രിക തള്ളിയവരെ ഉൾപ്പെടുത്തിയത് എന്നും തീരുമാനം തന്റേതല്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 25-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിലെ അപാകത മൂലം അന്ന് നോമിനേഷൻ തള്ളിയ 8 പേരിൽ 2 പേർ വീണ്ടും പട്ടികയിൽ കയറിക്കൂടിയതാണ് ഇപ്പോഴത്തെ വിവാദം. നാട്ടിലെ മുന്നണി സമവാക്യങ്ങൾക്ക് വിരുദ്ധമായി ലീഗ്, ഇടത്, പ്രവാസി സംഘടനകൾ ഒന്നിച്ചു നയിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ കെ താലിബ്, റെജി ചാക്കോ എന്നിവരുടെ പേരുകളാണ് നിശ്ചിത സമയത്തിന് ശേഷവും പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് തന്റെ തീരുമാനമല്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പോൾ ടി ജോസഫ് പറഞ്ഞു. എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഇവർ ഒരുപക്ഷെ SSDയിൽ പോയിട്ടുണ്ടാവാം, ഈ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടികൾ, അതായിരിക്കണം. അപ്പം അവർ തിരിച്ചും എനിക്കല്ല പ്രസിഡൻറ്റിനൊരു മെയിൽ അയച്ചു. ഈ 2 പേരെയും തിരിച്ച് ഇൻക്ലൂഡ് ചെയ്യണം, ആസ് ആൻ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞൊരു ഇമെയിൽ അവരിൽ നിന്ന് വന്നു. ആ മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പം നോട്ടീസ് ബോർഡിലൊരു ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തതിൻ്റെ കൂടെ ഈ 2 പേരുടെ പേര് കൂടി കാൻഡിഡേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ നമ്മളിപ്പം ഇന്ന് നോട്ടീസ് ബോർഡിൽ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടും ഫൈനൽ ലിസ്റ്റ് ആയിട്ടില്ല. SSDക്ക് ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി വെരിഫിക്കേഷനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരൂ. അത് വന്നാലേ ഉള്ളൂ നമുക്ക് ഫൈനൽ കാൻഡിഡേറ്റ് ലിസ്റ്റ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ മറികടക്കാൻ നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വീണ്ടും ഷാർജ അധികൃതരുടെ മുന്നിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് കോൺഗ്രസ് അനുകൂല മതേതര മുന്നണിയുടെ നേതാക്കൾ ആരോപിച്ചു. നാളിതുവരെ ഉണ്ടാവാത്തൊരു കീഴ്വഴക്കാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സാധാരണയായിട്ട് എല്ലാ പ്രാവശ്യവും റിട്ടേണിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനം ആണ് നടപ്പിലാക്കുന്നത്. ഇലക്ഷനെ സംബന്ധിച്ച റിട്ടേണിംഗ് ഓഫീസറാണ് പരമാധികാരി. അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിലാവണം. മാത്രമല്ല SSDയെ സംബന്ധിച്ചിടത്തോളം അവരാവശ്യപ്പെട്ടത് റിട്ടേണിംഗ് ഓഫീസർ ഫൈനലിൽ ചെയ്ത എല്ലാ സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം ഫൈനലി ചെയ്ത ലിസ്റ്റ് കൊടുക്കണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർ ലിസ്റ്റ് കൊടുത്തത്. അതിന് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ രണ്ടാമതൊരു ആഡ് വന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അസോസിയേഷൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡൻറ്റ് SSDAക്ക് മെയിൽ അയച്ച് തിരിച്ച് ഇവരെ എടുക്കണം എന്ന മെയിൽ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. കാലാകാലങ്ങളിൽ ഇന്ന് വരെ അസോസിയേഷൻ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പോകാറുണ്ടായിരുന്നില്ല. പ്രിസൈഡിംഗ് ഓഫീസർ എന്താണോ തീരുമാനം, റിട്ടേണിംഗ് ഓഫീസർ തീരുമാനം എന്താണോ അതാണ് നമ്മളെ ഫൈനൽ ഡിസിഷൻ. അതാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നടക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മെയ് 17 നടത്താൻ നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സെപ്റ്റംബർ 6 മാറ്റിയതാണ്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും അസോസിയേഷൻ അംഗങ്ങൾക്കിടയിലുണ്ട്. മീഡിയ 1 ഷാർജ.